നമസ്കാരം. എല്ലാവർക്കും ആത്മോദയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണിപൂരക ചക്രം, അതായത് സോളാർ പ്ലക്സസ് ചക്ര തകരാറിലായാൽ സംഭവിക്കുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഇവ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും, ഇതിനുപയോഗിക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചും, അതുപോലെ തന്നെ സോളാർ പ്ലക്സസ് ബാലൻസായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഗുണങ്ങളും സവിശേഷതകളും ഏതൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. സോളാർ പ്ലക്സസ് നിലകൊള്ളുന്നത് നെഞ്ചിന് താഴ്ഭാഗത്തായി പൊക്കിളിൻ്റെ 3-4 വിരൽ മുകൾ ഭാഗത്തായിട്ടാണ്. സോളാർ പ്ലക്സസ് ചക്ര, മണിപൂരക ചക്രം എന്നീ നാമങ്ങളിലെല്ലാം ഈ എനർജി സെൻറ്റർ അറിയപ്പെടുന്നു. സോളാർ പ്ലക്സസ് സ്വാധീനിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. ഈ എനർജി സെൻറ്റർ പ്രധാനമായിട്ടും ആത്മവിശ്വാസത്തെയാണ് സ്വാധീനിക്കുന്നത്. സോളാർ പ്ലക്സസ് എനർജി സെൻറ്റർ തകരാറിലാകുമ്പോൾ ശാരീരികവും മാനസികവും വൈകാരികവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നതാണ്. പ്രമേഹം, വിട്ടുമാറാത്ത ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അൾസർ, വിട്ടുമാറാത്ത ക്ഷീണം, ഗാൽ ബ്ലാഡറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖങ്ങൾ എന്നിവയെല്ലാം സോളാർ പ്ലക്സസ് എനർജി സെൻറ്റർ തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഈ എനർജി സെൻറ്റർ തകരാറിലാകുമ്പോൾ പ്രധാനമായും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ അസുഖങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾ അവരുടെ സോളാർ പ്ലക്സസ് എനർജി സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുകയോ അതിനെ ശുദ്ധീകരിക്കുകയോ ചെയ്യുന്നതിൽ കൂടി ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കാവുന്നതാണ്. സോളാർ പ്ലക്സസ് എനർജി സെൻറ്റർ തകരാറിലാകുമ്പോൾ നേരിടുന്ന മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉത്തരവാദിത്തമില്ലായ്മ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾ തീരെ ആത്മവിശ്വാസമില്ലാത്ത വ്യക്തികളായിരിക്കും. ഇവർ ചെയ്യുന്ന ജോലിയിലായാലും ഇവരുടെ പ്രവർത്തന മേഖലകളിലായാലും ഇവരെക്കുറിച്ച് തന്നെ ഇവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അഭിവൃദ്ധി ഇല്ലാത്ത ഒരവസ്ഥ. അവരുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയുമില്ലാത്ത രീതിയിലൂടെയായിരിക്കും ഇവരുടെ ജീവിത സാഹചര്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോളാർ പ്ലക്സസ് തകരാറിലായ വ്യക്തികൾ കണ്ടുവരുന്ന മറ്റൊരു മാനസിക പ്രശ്നമാണ് പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക. ഇവരുടെ വൈകാരികമായിട്ടുള്ള തലങ്ങളെ ഇവർക്ക് ബാലൻസ് ചെയ്യുവാനോ ഇവരുടെ വികാരങ്ങളെ ഒരു ബാലൻസായിട്ട് നിലനിർത്തുവാനോ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള വ്യക്തികളുടെ മറ്റൊരു മാനസിക പ്രശ്നമാണ് മറ്റുള്ള വ്യക്തികൾ തന്നെ ഇരകളാക്കുന്നു അല്ലെങ്കിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ഈ ഒരു മാനസിക അവസ്ഥ ഇവരുടെ പ്രവർത്തന മേഖലയെ സാരമായി ബാധിക്കുന്നതാണ്. ഇവരുടെ മറ്റൊരു പ്രശ്നമാണ് ദുർബലമായിട്ടുള്ള ഇച്ഛാശക്തി, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം കുറഞ്ഞു പോവുക, അവർക്ക് അവരോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു മാനസികാവസ്ഥ. ഇതെല്ലാം സോളാർ പ്ലക്സസ് തകരാറിലായ വ്യക്തികളിൽ കണ്ടുവരുന്ന മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സോളാർ പ്ലക്സസ് വളരെ ബാലൻസായി പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ കണ്ടുവരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾ നല്ല ഉണർവുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ നല്ല ഉന്മേഷം, ഉയർന്ന ആത്മവിശ്വാസമുള്ള വ്യക്തികളായിരിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി സോളാർ പ്ലക്സസ് ആക്റ്റീവായിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. മാനസികപരമായിട്ടുള്ള വ്യക്തത, ഇവരുടെ പ്രവർത്തന മേഖലകളിലും മുൻപോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉള്ള വ്യക്തികളായിരിക്കും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുക, അതുപോലെ തന്നെ നല്ല ആരോഗ്യം എന്നിവയെല്ലാം സോളാർ പ്ലക്സസ് ബാലൻസ് ആയിട്ടുള്ള വ്യക്തികളുടെ ഗുണങ്ങളാണ്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിരവധി ഹീലിംഗ് മൊഡാലിറ്റീസുകൾ ഈ കാലഘട്ടത്തിൽ ലഭ്യമാണ്. പ്രാണിക് ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ്, കളേഴ്സ് തെറാപ്പി എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചിലതാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ എനർജി സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോളാർ പ്ലക്സസ് തകരാറിലായി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ നേരിടുന്ന വ്യക്തികൾ അവർ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടുന്നത് വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോളാർ പ്ലക്സസ് തകരാറിലായാൽ സംഭവിക്കുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്.
ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നന്ദി.